ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്ലസ് ടുവിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് എന്ന് വരും. അതുപോലെ തന്നെ റിസൾട്ട് വന്നാൽ എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് ഏറ്റവും വേഗത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയതാണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ പ്ലസ് ടുവിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് ഈ വീക്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൻ്റെ ഉള്ളിൽ തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും. സോ ഇപ്പോൾ ഈ റീവാലുവേഷൻ റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ ഒറിജിനൽ ഒരു സർട്ടിഫിക്കറ്റ്, പിന്നെ ജയിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, ആൻഡ് ഇപ്പോൾ ഈ റീവാലുവേഷൻ റിസൾട്ടിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. സോ ഇങ്ങനെ 3 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ്റെ സമയത്ത് ക്യാരി ചെയ്യേണ്ടി വരും. സോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കമ്പൈൻ ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ഈ റീവാലുവേഷൻ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാം എന്നറിയുന്നവർക്ക് വീഡിയോ വേണമെങ്കിൽ ഇനി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇനി പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ അതിനായി നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് dhsckerala.gov.in ഇപ്പം DHSC എന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ നേരത്തെ തന്നെ അടിയിൽ ഇങ്ങനെ വരുന്നതായിരിക്കും. സോ ആ എഡ്യൂക്കേഷൻ പോർട്ടലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ അതിലൂടെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരു സൈറ്റിലോട്ടായിരിക്കും ഡയറക്റ്റ് ആകുന്നത്. സോ ഇതായിരിക്കും ആ സൈറ്റ്. അതിൽ എക്സാമിനേഷൻ എന്നൊരു കോളം ഉണ്ടാവും. സോ ആ കോളത്തിലായിരിക്കും നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിവാലുവേഷൻ റിസൾട്ട് വന്നാൽ അവിടെ ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് 3 PDF അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തെ PDF ചേഞ്ച് ഓർ നോ ചേഞ്ച്, അതായത് ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ആയിട്ടില്ലെങ്കിലും നോ ചേഞ്ച് എന്ന് കാണിക്കുള്ളൂ, അതിൽ മാർക്ക് കാണിക്കില്ല. ആൻഡ് നെക്സ്റ്റ് PDF ചേഞ്ച് വിത്ത് മാർക്ക്. സോ അതിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഇൻക്രീസ് ആയിട്ടുള്ളത് എന്ന് കാണിക്കും. അതായത് നിങ്ങളുടെ ഓൾഡ് മാർക്കും പ്ലസ് നിങ്ങളുടെ എത്ര മാർക്കാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇൻക്രീസ് ചെയ്ത ന്യൂ മാർക്കും കാണിക്കുന്നതായിരിക്കും. ആൻഡ് തേർഡ് PDF 10% എബവ് വേരിയേഷനുള്ള സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റാണ്. സോ അതിൽ നിങ്ങൾക്ക് ഒരു 9 മാർക്സ് എബവ് ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ പേരുണ്ടാവും. സോ അത് നിങ്ങൾ നിങ്ങളുടെ കോഡ് ഉപയോഗിച്ച് സ്കൂൾ കോഡും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോക്കി നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ അതുപോലെ ഈ 10% എബവ് കുറേ വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ഇയേഴ്സിലൊക്കെ മാർക്കൊക്കെ വേരിയേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് അത്രയും 10% എബവ് വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത 500 rupees നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരിച്ചു.